ഈ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ഒരു സമ്മിശ്ര പ്രതികരണമാണ് മലയാളികളുടെ ഇടയിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഈ ഷോ നാളിതുവരെ കാണാത്തതായിട്ടുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. ഈ ഷോയെ ഒരുപാട് ആരാധിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. ചില ക്ലിപ്പുകൾ മാത്രം കാണുന്ന ആളുകളും നമുക്കിടങ്ങളിലുണ്ട്. ഇതിൽ ഏതിലാണ് നിങ്ങൾ പെടുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാ സീസണിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായി ഈ പറയുന്ന സീസൺ 7 ഒരുപാടേറെ പുതുമകൾ കൊണ്ടാണ് ഈ പറയുന്ന സംഘാടകർ അല്ലെങ്കിൽ ഇതിന്റെ ഓർഗനൈസ് ചെയ്യുന്ന ടീം മുന്നോട്ട് വന്നിട്ടുള്ളത്. അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എത്രമാത്രം അവിടെ സക്സസ്ഫുള്ളി ആവുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സംശയമാവുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാ വർഷത്തെക്കാരും നമ്മൾ കമ്പയർ ചെയ്ത് അവിടുത്തെ മത്സരാർത്ഥികളെ എടുത്ത് നോക്കുമ്പോൾ വളരെ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ആ ഷോയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പോലും അറിയാത്ത ഇത്രയും ദിവസമായി, കാരണം ഒരു ഫസ്റ്റ് വീക്ക് അല്ല, അതിന്റെ സെക്കൻഡ് വീക്കും കംപ്ലീറ്റ് ആയി തേർഡ് വീക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവർക്കത് എന്താണ് ആ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഷോയുടെ ആ ഒരു ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ അവിടെ ഒരുമാതിരിപ്പെട്ട ഒരു മത്സരാർത്ഥികൾക്കും കഴിഞ്ഞിട്ടില്ല. വളരെ വിരലിലെണ്ണാവുന്ന, എനിക്ക് തോന്നുന്നു അനീഷ്, അതുപോലെ തന്നെ ഷാനവാസ്, ഈ പറയുന്ന ബിന്നി, അങ്ങനെ കുറച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് മത്സരാർത്ഥികളെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ, അങ്ങനെ ഞാൻ വിട്ടുപോയിട്ടുള്ള ക്ഷമ, ഇനിയും കുറച്ച് നല്ല മത്സരാർത്ഥികൾ അവിടെ ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ആളുകളുടെ പേരാണ് പറയുന്നത്. പക്ഷെ ഒരു ഭൂരിഭാഗത്തിന് മേലെ ആളുകൾക്ക് ആ മത്സരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്ന് പോലും നേരെ വണ്ണം തിരിച്ചറിഞ്ഞിട്ടില്ല. അവരെന്തിനോ വന്നു, അവർക്കൊരു ഈ ഡേക്കാണ് അവർക്ക് അവിടെ സാലറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമാണോ അവരുടെ ലക്ഷ്യം എന്ന് പോലും ചില അവസരങ്ങളിൽ സംശയം തോന്നുന്നുണ്ട്. കാരണം അവർ വെക്കുന്ന ആർഗ്യുമെന്റുകൾ, അവർ വെക്കുന്ന വിഷയങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇത്രത്തോളം ഫയർ ആവണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇത്രത്തോളം ദേഷ്യപ്പെടണം എന്ന് നമുക്ക് തോന്നിക്കാത്ത വണ്ണമുള്ള വിഷയങ്ങളിൽ പോലും വളരെയേറെ പൊട്ടിത്തെറിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ജെൻഡർ ആയിട്ട് തന്നെ അവിടെ ഒരുപാട് ഡിഫറൻസുകൾ കാണിക്കുന്ന മത്സരാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ പ്രായത്തെ വെച്ച് കമ്പയർ ചെയ്യുന്ന മത്സരാർത്ഥികളെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കാർഡുകൾ ഇറക്കുന്ന മത്സരാർത്ഥികളെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരാളെ പേഴ്സണലി തന്നെ വളരെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്ന മത്സരാർത്ഥികളെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ നിന്ന് ചിന്തിച്ചാൽ വ്യത്യസ്തമായ ഒരു രീതികളിലൂടെയാണ് ഈ മത്സരം കടന്നു പോകുന്നത്. ഈ മത്സരത്തിന്റെ ഒരു വ്യത്യസ്തത വേണം, പക്ഷെ അത് ഈ പറഞ്ഞ രീതികളിലൊന്നുമല്ല. അത് അവർ വെക്കുന്ന ആശയങ്ങളിൽ അല്ലെങ്കിൽ അവർ വെക്കുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ അവർ വെക്കുന്ന രുചികളുടെ ഇത്തരത്തിൽ അങ്ങനെയുള്ളൊരു വ്യത്യസ്തതയാണ് ഈ ഷോ കൊണ്ട് ജനം ആഗ്രഹിക്കുന്നത്. മറിച്ച് എന്താണോ ജനത്തിന് വേണ്ടാത്തത്, വിമർശമായി കിടക്കുന്ന വിഷയങ്ങൾ എന്താണോ അതാണ് അവിടുത്തെ വലിയ കണ്ടന്റ്. അല്ലാതെ ഒരു മെസ്സേജ് സൊസൈറ്റിയിലേക്ക് പാസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ വളരെ വിരളമായിട്ടാണ് അവിടെ ഓരോരുത്തരും ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ തന്നെ അവിടെ ഉണ്ടായ ഒരു ടോപ്പിക്കാണ്, നമ്മൾ എല്ലാവരും കണ്ടതാണ്, ഒരു ഫാമിലിക്കകത്ത് എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെയേറെ ചർച്ചകൾ നിൽക്കുന്ന, ഒരുപാട് ക്രൈം റിപ്പോർട്ടുകൾ പോലും ചെയ്തിട്ടുള്ള, അതായത് ഭർത്തൃ പീഡനം വഴി ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ ശല്യം മൂലം അല്ലെങ്കിൽ സ്ത്രീകളുടെ ചതികൾ കാരണം ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുള്ള പുരുഷന്മാർ, ഇങ്ങനെ ഒരുപാട് സെഗ്മെന്റുകളിൽ ഇവിടെ നമ്മുടെ റിയൽ ലൈഫുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ പോലും ഒരു കാര്യം അവതരിപ്പിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അയാൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. കാരണം അതൊരു ഡിബേറ്റ് ചർച്ചയായിട്ട് ഫീൽ ചെയ്തില്ല. അവർ ഗ്രൂപ്പായിട്ട് ഇരുന്നപ്പോൾ ഒരു ടോപ്പിക്ക് വെച്ചു, അവർ സംസാരിച്ചു. പക്ഷെ അത് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു രീതി ശരിയായിട്ട് പോലും അതിനൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ അവിടെയുള്ള ആളുകൾക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം ഏറ്റവും വലുത് ക്ഷമയാണ്. നമ്മളൊരു വിഷയത്തിൽ സമീപിക്കുമ്പോൾ, നമ്മളൊരു വിഷയത്തെ കുറിച്ച് മറ്റൊരാളോട് സംവദിക്കുമ്പോൾ അവിടെയുള്ള ആൾക്ക് പറയാനുള്ളത് കേൾക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു മറുപടി കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഒരു വ്യക്തി പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അറ്റാക്കാണ്. അത് കൂട്ടമായിട്ടാണ്, അതായത് ഒരാളെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ അവിടെ എല്ലാവർക്കും, ഒരുപാട് പേർ ഒരാളെ കൂട്ടമായി ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പം എന്നുള്ള ഒരു ഫിലോസഫി വേണമെങ്കിൽ അതൊരു ഫിലോസഫിയാണ്, അതൊരു ചിന്തയാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കൂട്ടമായി വന്നാൽ ആക്രമിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഡാമേജുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അതിന് എത്ര ബലവാനാണെങ്കിൽ പോലും. ആ ഒരു കാര്യമാണ് എനിക്ക് അവിടെ ഈ ഒന്നത്തെ എപ്പിസോഡിൽ കാണാം. കാരണം അനീഷ് എന്ന് പറയുന്ന കോമണർ ആ ഒരു ടോപ്പിക്ക്, അതായത് ഒരു ഡ്രിങ്കനായ ഒരു ഹസ്ബൻഡ് വീട്ടിൽ വന്നാൽ വൈഫിനെ ഉപദ്രവിക്കുമ്പോൾ അത് ക്ഷമിച്ച് നിൽക്കണമോ എന്ന് പറയുമ്പോൾ അവിടെ ക്ഷമിച്ച് നിൽക്കുന്നവരുണ്ട്. കാരണം അതിന് രണ്ട് വേർഷൻ ആയിട്ടാണ് പുള്ളി പറയാൻ വന്നത്. കാരണം എത്ര തന്നെ തല്ല് കിട്ടിയാലും ഈ പറയുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിലുള്ളതാണ്, ഒരുപാട് ഉപദ്രവിച്ചാലും ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ടാലും ചിലപ്പോൾ അവരൊരു കുഞ്ഞിന് അമ്മയായിരിക്കും. ആ ഒരു സാഹചര്യങ്ങളെ, ആ ഒരു നിലപാടിന് ചിലപ്പോൾ അവർക്ക് ഡിവോഴ്സ് വാങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ ചെന്ന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കഴിയുന്ന സ്ത്രീകളുണ്ട്.
തന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആ ഒരു ബന്ധത്തിൽ നിന്നും വേർതിരിഞ്ഞു പോകാൻ കഴിയാതെ ആ ഒരു അവസ്ഥയെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളും നമ്മുടെ ഇടങ്ങളിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെയും കൂടി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷയമായിട്ടായിരിക്കണം ഒരുപക്ഷെ ആ കോമണർ ആ ഒരു ടോപ്പിക് അവിടെ ഉന്നയിച്ചു പോയത്. പക്ഷെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഉണ്ടായില്ല. കാരണം ഇവിടെ എല്ലാവരുടെ ലൈഫിലും പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താറുണ്ട്. അത് സ്ത്രീയും നടത്താറുണ്ട്, പുരുഷനും നടത്താറുണ്ട്. ഒരു ദാമ്പത്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളും പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ലൈഫിൽ നടത്താറുണ്ട്. അത് ക്ഷമയുടെ രീതിയിലായാലും അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളെ കടിച്ചമർത്തി നിൽക്കുന്ന രീതിയിലായാലും. അവിടെ വ്യക്തമായിട്ട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. മദ്യപിച്ച് വരുമ്പോൾ മാത്രം മർദ്ദിക്കുന്നു, മദ്യപിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അതായത് ഭയങ്കര സ്നേഹമുള്ള ഒരു ഭർത്താവായിട്ട് കാണാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ മാറ്റേണ്ടത് മദ്യപാനമാണ്. അതിനിവിടെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട്, സർക്കാർ തന്നെ നടത്തുന്ന ഒരുപാട് ഷെൽട്ടേഴ്സ്, ഹോമുകളുണ്ട്. അവിടെ എത്തിക്കുക. അവിടെ എത്തിച്ചതിന് ശേഷം ആ ഒരു വൈറസിനെ ആ ഒരു മനുഷ്യനിൽ നിന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാവും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിനകത്തുണ്ട്. അതുകൊണ്ട് ആ വിഷയം വളരെ നല്ലൊരു ഹെൽത്തി കോൺവെർസേഷൻ ആയിട്ട് അവിടെ കൊണ്ടുപോകാൻ അവിടെയുള്ള ആളുകൾക്ക് സാധിച്ചില്ല. കാരണം അവിടെയും അവർക്ക് വേണ്ടത് കണ്ടന്റ് ആണ്, അത് അടി ഉണ്ടാക്കുന്ന കണ്ടന്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ സീസണിലുള്ള ഹൗസിനകത്തുള്ള ചെറിയ വിഷയങ്ങൾ മുതൽ അവിടെ ഉണ്ടാവുന്ന എന്ത് ടോപ്പിക്കുകളായാലും അത് അവസാനം ചെന്ന് നിൽക്കുന്ന ഒരു ഫൈറ്റിലേക്കാണ്. കാരണം ഇതിനെതിരെ ബി ഹൗസിനകത്ത് സംസാരിക്കേണ്ടത് അതിന്റെ സംഘാടകരാണ്. ബിഗ് ബോസ് എന്നൊരു വോയിസ് ആണ് അവരോട് സംസാരിക്കുന്നത്. ആ വോയിസിനെ വളരെ വ്യക്തമായിട്ട് പോയിന്റ് ചെയ്യുക, നിങ്ങൾ എല്ലാ വിഷയത്തിലും എന്തിനാണ് ഇങ്ങനെ ഇത്രത്തോളം അഗ്രസീവ് ആവുന്നത്, അല്ലെങ്കിൽ ഇത്രത്തോളം ഫൈറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആങ്കറിങ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെ ഇഷ്ടപ്പെട്ട നടനായ ലാലേട്ടനാണ്. പുള്ളിക്ക് ഇതിൽ ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഫൈറ്റ് ആവുന്നത്, അവിടെ എന്തിനാണ് ജെൻഡർ ഡിഫറൻസ് കൊടുത്ത് സംസാരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്തിനാണ് ഒരു വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കയറി സംസാരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് തന്നെ പോകണം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തി ഇവർക്കൊരു കറക്റ്റ് ഒരു ബി എന്താണ്, ബിയുടെ കോൺസെപ്റ്റ് എന്താണ്, ബിഗ് ബോസ് എന്താണെന്നൊരു തിരിച്ചറിവ് കൊടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നല്ല വ്യക്തമായിട്ടൊരു മത്സരം കാണാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രോഗ്രാം കാണുന്നവരും എനിക്ക് ഒരുപക്ഷെ തോന്നുന്നു ഇത്തരത്തിലൊരു ആഗ്രഹമായിരിക്കും അവരുടെ ഉള്ളിലുള്ളത്. എന്തായാലും നമുക്ക് നല്ല നല്ല മത്സരങ്ങൾ കാണാം. വരും ദിവസങ്ങളിലെ ബിഗ് ബോസിന്റെ വിശേഷങ്ങൾ കാണാം. നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വന്നു. എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇനി മറ്റു വിശേഷങ്ങളുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.